ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ പല സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയൊക്കെ ഞാൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം, സബ്ജക്റ്റ് ഏതാണ്? എല്ലാ സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്നത് കണക്ക്, മാത്തമാറ്റിക്സ് ആണ് പ്രയാസം. ശരിക്കും പറഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസമോ ആ ആഴ്ചയോ ആ മാസമോ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും 100-ൽ 100 മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഏക സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. പിന്നെ എന്ത് അത് പ്രയാസമാകുന്നു? അതിന്റെ കാരണങ്ങൾ അറിയണ്ടേ, അത് പരിഹരിക്കണ്ടേ? നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങൾ വേണ്ടത്, നിങ്ങൾ സോഷ്യൽ സയൻസും ഒക്കെ പഠിപ്പിച്ച് ചെയ്യാൻ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 98% അതിൽ കൂടുതലോ കുട്ടികൾ മാത്തമാറ്റിക്സ് ടെക്സ്റ്റില് പ്രിന്റ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫുകൾ വായിക്കുന്നില്ല. ക്ലാസ്സില് സാറ് കുറെ കണക്ക് ചെയ്ത് കാണിച്ചു തരുന്നു, നിങ്ങളെ കൊണ്ട് കുറെ കണക്ക് ചെയ്യിപ്പിക്കുന്നു, നിങ്ങൾ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ വായിക്കുന്ന ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ക്ലാസ്സിലോ നിങ്ങൾ വീട്ടിലിരുന്നോ ചെയ്യാത്ത കണക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് പ്രയാസമാകുന്നതിന് കാരണം. ആ പ്രശ്നം മറികടക്കുന്നതിന് സയൻസും സോഷ്യൽ സയൻസും ഭാഷകളും ഒക്കെ പാഠപുസ്തകം വായിക്കുന്നത് പോലെ ഗണിതത്തിലെയും ഓരോ വരികളും നിങ്ങൾ വായിക്കണം. അപ്പോഴേ ആശയ രൂപീകരണം പൂർത്തിയാകൂ. നിങ്ങളുടെ മെമ്മറിയിൽ മാത്തമാറ്റിക്സിന്റെ കോൺസെപ്റ്റ് പൂർണ്ണമായി കയറണമെങ്കിൽ ആ പാഠപുസ്തകം വായിക്കണം. ആലോചിച്ച് നോക്കൂ, ഒരു ടെക്സ്റ്റ് നല്ല വണ്ണമില്ലേ? നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണെങ്കിൽ ടെക്സ്റ്റിന്റെ വലിപ്പം ഇന്നത്തെ എൻ്റെ ഒരു 5-1 6 കുറയ്ക്കാം, ബാഗിന്റെ ഭാരമൊക്കെ കുറയ്ക്കാം, പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കാം, പ്രിന്റിങ് ചെലവ് കുറയ്ക്കാം. പിന്നെ എന്തെങ്കിലും ചെയ്യുന്നില്ല. ഈ പാരഗ്രാഫുകൾ ആവശ്യമാണ്, നിങ്ങൾ വായിക്കണം. അതൊന്ന്. പിന്നെ ചിലരെങ്കിലും പലപ്പോഴും തെറ്റായ ഭാഷകൾ കണക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇത് പലരും പറഞ്ഞു പഠിക്കുന്ന 5x4=20 എന്ന്. അത് വേണ്ട. കാരണം നിങ്ങൾ 5x4=20 എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ന വാക്കിന് അകത്തോട്ട് എന്നൊരു മീനിങ് ഉണ്ട്. അപ്പൊ ബ്രെയിനോട് ആലോചിക്കുക, എങ്ങനെ 5 4ന്റെ അകത്ത് പോയാൽ 20 ആകുന്നത്? കൺഫ്യൂഷൻ സ്റ്റാർട്ട്സ് ദെയർ. അവിടെ തുടങ്ങി ആ പിരിമുറുക്കവും സംഘടനകൾ. അതിന് 5x4=20 എന്ന് പറഞ്ഞ് പഠിക്കൂ. പൂർണ്ണമായ ആശയ രൂപീകരണം അവിടെ നടക്കും. 4 5 പ്രാവശ്യം എടുത്താൽ 20 ആവും. ശരിയായ ആശയമാണ്. അതുകൊണ്ട് 5x4=20 വേണ്ട, 5x4=20. അതുപോലെ ഇത് പല കുട്ടികളും വായിക്കുന്ന A/B ആണ്. ഇവിടെ A/Bയുടെ മുകളിലാണ്. അങ്ങനെ ബൈ വായിക്കണം നിർബന്ധമുള്ളവർ A/B എന്ന് വായിക്കും. അത്രയും പാടുകൊണ്ട് A/B എന്ന് വായിക്കും. A/B. അങ്ങനെ ശരിയായ ഭാഷ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കും. പ്രയാസങ്ങൾ കുറെ മാറും. ഇനി ഇതുപോലെയുള്ള ഒരു പ്രയോഗമാണ് പ്ലസ്, പോസിറ്റീവ്, മൈനസ്, നെഗറ്റീവ്. പല കുട്ടികൾക്കും ഇപ്പോഴും പ്ലസും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല, അവ എങ്ങനെ എഴുതണമെന്നറിയില്ല. മൈനസും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല, അതെങ്ങനെ എഴുതണമെന്നറിയില്ല. ഇവിടെ നോക്കൂ, ഇത് 5 4 കൂടെ കൂട്ടാനായിട്ട്, ആഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ എഴുതും. ഇവിടെയാണ് പ്ലസ് എന്ന പ്രയോഗം. 5 ഇവിടെ 5+4=9. പ്ലസ് ഇവിടെയാണ്. എന്നാൽ 4 മാത്രം എഴുതി അതിന് പോസിറ്റീവ് ചിഹ്നം കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇത്
ഇന്ന് പല കുട്ടികളും വായിക്കുന്ന +4 എന്നാണ്. ഇത് +4 എന്ന് വായിക്കണം. ഈ കാണുന്നത് ഇത് 5+4, അവിടെ +4, ഇവിടെ +4. പ്ലസ് ചിഹ്നം എഴുതിയത് നമ്പറിന്റെ ഇടതുവശത്ത് നടുക്കാണ്. എന്നാൽ പോസിറ്റീവ് ചിഹ്നം എഴുതേണ്ടത് എവിടെയാണ്? ഇടതുവശത്ത് അല്പം മുകളിലാണ്. ഇങ്ങനെ ശരിയായ ഭാഷ പഠിക്കൂ. അതുപോലെ ഇവിടെ 4, 5 എന്ന് കുറയ്ക്കേണ്ടി വന്നപ്പോൾ അത് 5 - 4 = 1. ഇവിടെ മൈനസ് ആണ്. ബട്ട് വെറുതെ നമ്പറിന് സൈൻ കൊടുത്തപ്പോൾ അത് -4 ആണ്. ഇത് 5 - 4 gives 1. ഇത് -4 ആണ്. ഇത് -4 അല്ല. മൈനസ് എഴുതിയവിടെ നമ്പറിന്റെ ഇടതുവശത്ത് നടുക്ക്, നെഗറ്റീവ് എഴുതിയവിടെ നമ്പറിന്റെ ഇടതുവശത്ത് മുകളിൽ. ഇതൊക്കെ വേർതിരിച്ച് പഠിക്കാത്ത കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുന്നു A - B, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വില +4, ബിയുടെ വില -3. ശരിയായ ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ചെയ്യും. A - B = +4. ഇത് മൈനസ് ആണ്. ഇനി വില -3 ആണ്. 4 - -3, 4 + 3 7 ആയി. പക്ഷെ പല കുട്ടികളും എന്താ ചെയ്യുന്നത്? ഇതിനൊക്കെ -3 എന്നാ വയ്ക്കും. അപ്പൊ എങ്ങനെ ചെയ്യും? A - B, A4 - B, അത് -3, മൈനസ് ഇത് -3, മൈനസ് അവിടെ ഉണ്ടല്ലോ. 4 - 3 1 ആയി. ഈ തെറ്റിലെത്തുന്നു. നെഗറ്റീവ് എന്ന നമ്പറിന്റെ ചിഹ്നം സൈൻ നെഗറ്റീവ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടി ഈ ശരിയായ ഉത്തരത്തിൽ എപ്പോഴും എത്തും. മൈനസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റും. ചാൻസസ് ആണ്. അത് തെറ്റാണെന്നും ശരിയാണെന്നും രണ്ടും എനിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ശരിയായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച്, ശരിയായ ഭാഷകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ കണക്ക് പഠിക്കാൻ. അങ്ങനെ പഠിച്ചാൽ, അതോടൊപ്പം ടെക്സ്റ്റും നന്നായിട്ട് വായിച്ചാൽ കണക്കിലെ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മറികടക്കാം. പിന്നെ കണക്കൊരു പ്രയാസമുള്ള വിഷയമാവില്ല. പിന്നെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. തരുന്ന ഹോംവർക്കൊക്കെ തന്നെ ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഒരു അസുഖമുണ്ട്, ഒരു ചോദ്യം ടീച്ചർ ചെയ്യാൻ ക്ലാസ്സിൽ തരുമ്പോൾ ഉടനെ അടുത്ത കുട്ടിയായിട്ട് ചർച്ച തുടങ്ങും. ഒരു A+B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അടുത്ത കുട്ടി ചോദിക്കാം, എടി എയുടെ വില എത്ര, ബിയുടെ വില എത്ര? അറിയാം, ബുക്ക് വായിച്ച് കിട്ടും. എയുടെ വില എത്രയാണ് ചോദ്യത്തിലുണ്ട്, ബിയുടെ വില എത്രയുണ്ട്, അതൊന്നും ആലോചിക്കാൻ വെക്കണം വയ്യ. എയുടെ വില എത്ര ചോദിക്കും അടുത്ത കുട്ടിയുടെ, ബിയുടെ വില അടുത്ത കുട്ടി ചോദിക്കും, പറയും, എഴുതും. പരീക്ഷ സമയത്ത് നിങ്ങൾ ആരോട് ചോദിക്കും ഈ വിലകളൊക്കെ? നിങ്ങൾ കുറെ ക്ലാസ്സിൽ തുടർച്ചയായിട്ട് കണക്ക് അടുത്തിരിക്കുന്ന കുട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനൊരു വേണ്ടാത്ത ശീലം കൊടുക്കുന്നു. കണക്ക് ഡിസ്കസ് ചെയ്ത് മാത്രം ചെയ്യണം എന്ന ശീലം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ നൽകുന്നു. പരീക്ഷയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ചെയ്യുന്നില്ല. എന്നാൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ തരുമ്പോഴും, ഹോംവർക്ക് തരുമ്പോഴും, അസൈൻമെന്റുകൾ തരുമ്പോഴും ആരോടും ചർച്ച ചെയ്യാതെ സ്വയം 100% സ്വയം ചെയ്യാൻ ശ്രമിക്കൂ. ആദ്യകാലങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ആലോചിച്ച് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശീലമുണ്ടാക്കി എടുക്കുമ്പോൾ പരീക്ഷ കാലം നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ടല്ലോ. അത് കൃത്യമായിട്ട് ചെയ്യും, 100-ൽ 100 മാർക്ക് വാങ്ങും. അങ്ങനെ നല്ല രീതിയിൽ ശരിയായ ഭാഷ ഉപയോഗിച്ച് ആരോടും ഹോംവർക്കും മറ്റും ചർച്ച ചെയ്യാതെ, ക്ലാസ്സിൽ കണക്ക് തരുമ്പോൾ ചർച്ച ചെയ്യാതെ സ്വയം ചെയ്തും പാഠപുസ്തകം മുഴുവനായിട്ട് വായിച്ചും ശരിയായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചും ശരിയായ രീതിയിൽ പറഞ്ഞും കണക്കിന്റെ നിയമങ്ങളൊക്കെ അതേപടി പാലിച്ചും കണക്കുകൾ ചെയ്യൂ. എങ്കിൽ കണക്ക് ഒരു ലളിത വിഷയമാണ്. 100-ൽ 100
100% ഉറപ്പ്.